കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫുഡ് വെബൊക്കെയാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബയോ കെമിക്കൽ സൈക്കിളാണ്, അല്ലെങ്കിൽ ന്യൂട്രിയൻ സൈക്കിളിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, ബയോട്ടിക് കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാ മെമ്പർമാർക്കും കണ്ടിന്യൂസ് ആയിട്ട് ന്യൂട്രിയൻസ് ആവശ്യമാണ്. നമ്മളാവട്ടെ, മറ്റ് ജീവജാലങ്ങളാവട്ടെ, സസ്യങ്ങളാവട്ടെ, ഇവക്കൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ന്യൂട്രിയൻസ് ആവശ്യമാണ്. അങ്ങനെ കിട്ടിയാൽ മാത്രമേ അവർക്ക് നിലനിൽക്കാൻ വേണ്ടി കഴിയുള്ളൂ. ഈ ന്യൂട്രിയൻസൊക്കെ ഈ ജീവജാലങ്ങൾക്ക് കിട്ടുന്നത് അന്തരീക്ഷത്തിൽ നിന്നാണ്. ഇത് പല ഫോമിലാവാം. ഓക്സിജന്, കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജന്, ഫോസ്ഫറസ്, സൾഫർ, വാട്ടർ, ഇങ്ങനെ പല രീതിയിലാവാം ഈ ന്യൂട്രിയൻസ് അന്തരീക്ഷത്തിലുണ്ടാവാം. അന്തരീക്ഷത്തിൽ നിന്ന് ഓരോ ജീവജാലങ്ങളും അവർക്ക് ആവശ്യമായ രീതിയിൽ ഇതിനെ അബ്സോർബ് ചെയ്യും. ഉദാഹരണത്തിന് സസ്യങ്ങൾ നൈട്രജൻ അബ്സോർബ് ചെയ്യുന്നുണ്ട്, അത് സസ്യങ്ങളിലൂടെ മനുഷ്യനിലെത്തുന്നു, മനുഷ്യനെ തിരിച്ചുകൊണ്ട് അന്തരീക്ഷത്തിലേക്ക് എത്തണം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ സങ്കല്പിച്ചാൽ മതി, കണ്ടിന്യൂസ് ആയിട്ട് ഈ കാണപ്പെട്ട ജീവജാലങ്ങൾ മുഴുവൻ ഈ ന്യൂട്രിയൻസ് ഇങ്ങനെ അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ട് ഇതിൻ്റെ അളവ് തീർന്നു പോകും, അല്ലേ? അളവ് കുറഞ്ഞു വരും, പിന്നീട് ന്യൂട്രിയൻസ് കിട്ടാത്ത അവസ്ഥയിലേക്ക് എത്തും. എല്ലാ ജീവജാലങ്ങൾക്കും ഈ ന്യൂട്രിയൻസൊക്കെ ആവശ്യമാണ്, വ്യത്യസ്ത അളവിലാണെന്ന് മാത്രം. അപ്പോൾ ഏതളവിലാണെങ്കിലും പ്രകൃതിയിൽ നിന്ന് ഇതിങ്ങനെ നിരന്തരമായിട്ട് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ പ്രകൃതിയിൽ ഇതിൻ്റെ അളവ് കുറയും. ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സൈക്ലിക് മാനറിൽ ഇതിങ്ങനെ റീപ്ലേനിഷ് ചെയ്തുകൊണ്ടേ നിൽക്കുകയാണ്. എനർജി എന്ന് പറയുന്നത് യൂണി ഡയറക്ഷനിലാണ്. എനർജി ഇങ്ങനെ ലോവർ ഓർഗാനിസത്തിൽ നിന്ന് ഹയർ ഓർഗാനിസത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. തിരിച്ച് ഹയർ ഓർഗാനിസത്തിൽ നിന്ന് ഒരിക്കലും ലോവർ ഓർഗാനിസത്തിലേക്ക് എനർജി ട്രാൻസ്ഫർ ഉണ്ടാവുന്നില്ല. എന്നാൽ ഈ ന്യൂട്രിയൻ സൈക്കിളിൽ ഭൂമിയിലുള്ള ന്യൂട്രിയൻസ് എല്ലാം യൂണി ഡയറക്ഷനിലാണ്, സൈക്ലിക് മാനറിലാണ് പോകുന്നു, തിരിച്ചു വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തന്നെ എത്തുന്നു. അതിനാണ് നമ്മൾ ന്യൂട്രിയൻ സൈക്കിൾ എന്ന് വിളിക്കുന്നത്. അതിൻ്റെ ഡെഫിനിഷൻ നമുക്ക് ഇങ്ങനെ പറയാം: ബയോജിയോകെമിക്കൽ സൈക്കിൾ ഇസ് ദ സൈക്കിൾ ഇൻ വിച്ച് നൈട്രജൻ, കാർബൺ ആൻഡ് അതർ ഇനോർഗാനിക് എലിമെൻറ്റ്സ് ഓഫ് ദി സോയിൽ, atmosphere etc. of a region are converted into the organic substances of animals or plants and released back into the environment. അന്തരീക്ഷത്തിലുള്ള ന്യൂട്രിയൻസായ കാർബണ്, നൈട്രജന് പോലുള്ള സാധനങ്ങളൊക്കെ ഒരു ജീവിയിലേക്ക് കയറുന്നു. ആ ജീവി അതിനെ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം അത് വീണ്ടും തിരിച്ച് അന്തരീക്ഷത്തിൽ തന്നെ എത്തുന്നു. ഈ പ്രോസസ്സിനാണ് നമ്മൾ ബയോജിയോകെമിക്കൽ സൈക്കിൾ എന്ന് വിളിക്കുന്നത്. എന്നാൽ എനർജി ഇങ്ങനെയല്ല. എനർജി ഒരു സിംഹം തിന്നതോടുകൂടെ മുയലിൻ്റെ എനർജി സിംഹത്തിലേക്ക് എത്തി, തിരിച്ചാൽ വീണ്ടും മുയലിലേക്ക് തന്നെ വരുന്നില്ല. ഒരു പ്ലാന്റ് ഒരു ആനിമൽ തിന്നതോടുകൂടെ ആ പ്ലാന്റിലുള്ള എനർജി ആനിമലിലെത്തി, തിരിച്ച് വീണ്ടും അത് പ്ലാന്റിലേക്ക് എത്തുന്നില്ല. മനസ്സിലായല്ലോ? അതേസമയം ന്യൂട്രിയൻസ് അങ്ങനെയല്ല. ന്യൂട്രിയൻസ് ഒരു ജീവിയുടെ ഉള്ളിൽ എത്തുന്നു, അത് വീണ്ടും തിരിച്ച് പഴയ ഫോമിലേക്ക് തന്നെ വരുന്നു. അതുകൊണ്ടാണ് നമ്മളതിനെ സൈക്കിൾ എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് ന്യൂട്രിയൻ സൈക്കിളെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ കാർബൺ സൈക്കിളാണ്. കാർബണ് മണ്ണിൽ നിന്ന് വെള്ളത്തിൽ, അറ്റ്മോസ്ഫിയറിൽ, ഇങ്ങനെ പല രീതിയിൽ കാർബൺ ഇങ്ങനെ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് അത് നമ്മുടെ ശരീരത്തിലെത്തും, എല്ലാ ജീവജാലങ്ങളുടെ ശരീരത്തിലെത്തും. അതുകൊണ്ടാണ് നമ്മൾ കാർബൺ സൈക്കിൾ എന്ന് വിളിക്കുന്നത്. ഭൂമിയിൽ നടക്കുന്ന മറ്റ് ന്യൂട്രിയൻ സൈക്കിളുകളൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു സൈക്കിളാണ് കാർബൺ സൈക്കിൾ എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം, ഫോട്ടോസിന്തസിസ്. ഗ്രീൻ പ്ലാന്റ് ഫോട്ടോസിന്തസിന് വേണ്ടിയിട്ട് അറ്റ്മോസ്ഫിയറിക് കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിക്കും, എന്നിട്ട് അതിന് ഓർഗാനിക് കോമ്പൗണ്ടുകളാക്കിയിട്ട് മാറ്റും. അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിച്ച് അതിന് ഓർഗാനിക് കോമ്പൗണ്ടുകളാക്കി മാറ്റും. ഈ ഓർഗാനിക് കോമ്പൗണ്ടുകൾ ഡയറക്റ്റായിട്ട് ഡീകമ്പോസിഷൻ വഴി, അതേപോലെ റെസ്പിറേഷൻ വഴി, കാർബൺ ഡൈ ഓക്സൈഡ് റെസ്പിറേഷൻ കഴിഞ്ഞാൽ പിന്നെ സസ്യങ്ങളുടെ റെസ്പിറേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. എന്നിട്ട് ഫോട്ടോസിന്തസിസ് കഴിഞ്ഞതിന് ശേഷം അത് ഓക്സിജൻ ആക്കിയിട്ട് പുറത്തേക്ക് വിടും. അപ്പോൾ അന്തരീക്ഷത്തിലുള്ള ഫോട്ടോസിന്തസിസ് ഗ്രീൻ പ്ലാന്റിലെത്തുന്നു. ഈ ഗ്രീൻ പ്ലാന്റ് ഡയറക്റ്റ് തിന്നൽ വഴി ഇത് ആനിമൽ ടിഷ്യൂസിലെത്തും. ആനിമൽ ടിഷ്യൂസിൽ നിന്ന് ഡീകമ്പോസിഷൻ വഴി അത് അന്തരീക്ഷത്തിലേക്ക് തന്നെ എത്തും. കാർബണിൻ്റെ ഫോം പല ഫോമാണ്. കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമല്ല കേട്ടോ, കാർബണിൻ്റെ എല്ലാ ഫോമുകളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് കാർബണിൻ്റെ എല്ലാ ഫോമുകളും നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന ഫോമിലാണ്. കാർബൺ ഡൈ ഓക്സൈഡ് സസ്യങ്ങൾ വലിച്ചെടുത്ത് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നു, അതാണ് നമ്മുടെ ശരീരത്തിലെത്തുന്നത്. നമ്മുടെ ശരീരത്തിലെത്തുമ്പോഴേക്കും ഈ കാർബൺ ഡൈ ഓക്സൈഡ് എന്നുള്ളത് കാർബോഹൈഡ്രേറ്റായി മാറിയിട്ടുണ്ടാവും.
സ്റ്റാർച്ചായി മാറിയിട്ടുണ്ടാകും. അതാണ് നമ്മുടെ ശരീരത്തിലെത്തുക. അങ്ങനെ ഡൈജസ്റ്റ് ആവുന്നു. ഡൈജസ്റ്റായിട്ട് അതിൻ്റെ അകത്തുനിന്ന് പിന്നെ ഡീകമ്പോസിഷൻ വഴിയും അതേപോലെ റെസ്പിറേഷൻ വഴിയൊക്കെ ഒരു ഭാഗം അന്തരീക്ഷത്തിലേക്ക് തന്നെ തിരിച്ചെത്തുന്നു. പിന്നെ ആനിമൽ തിന്നുന്നു. ആനിമൽ തിന്നു കഴിഞ്ഞാൽ ആനിമൽ ഡീകമ്പോസ് ചെയ്യുന്നത് അന്തരീക്ഷത്തിലെത്തുന്നു. അതേപോലെ മറ്റൊന്ന് ഫോസിലൈസേഷൻ എന്നുള്ള പ്രോസസ്സാണ്. നമ്മുടെ ഫോസിൽ ഫ്യൂവൽസ് ഉണ്ട്, മണ്ണെണ്ണ, പെട്രോൾ, ഡീസൽ, ഇതൊക്കെ കാർബൺ കോമ്പൗണ്ടുകളാണ്. നമ്മൾ വിശദമായിട്ട് പിന്നെ വലിയ ക്ലാസ്സുകൾ പഠിക്കും. അപ്പോൾ ഈ കാർബൺ കോമ്പൗണ്ടുകളൊക്കെ ഇത് കത്തുന്നത് വഴി വീണ്ടും തിരിച്ച് അന്തരീക്ഷത്തിലേക്ക് എത്തും. പെട്രോൾ, ഡീസലൊക്കെ കത്താനുണ്ടാകുന്ന പ്രധാന ഘടകം എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡാണ്. ഇത് കാർബണിൽ നിന്നാണ് ഇത് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് ഓക്സിജനുമായി റിയാക്ട് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യും. ഇങ്ങനെ അന്തരീക്ഷത്തിൽ എവിടെ നിന്ന് കാർബൺ വന്നാലും അത് തിരിച്ചു വീണ്ടും അന്തരീക്ഷത്തിലേക്ക് തന്നെ എത്തും. നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് കാർബൺ ഡൈ ഓക്സൈഡിനെയാണ്. നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡിലൂടെ പറഞ്ഞത്. ഇനി അടുത്ത് നൈട്രജൻ സൈക്കിളാണ്. കാർബൺ സൈക്കിൾ പോലെ തന്നെ പ്രധാനപ്പെട്ട സൈക്കിളാണ് നൈട്രജൻ സൈക്കിള്. നൈട്രജൻ സൈക്കിളിൽ നൈട്രജൻ എന്ന് പറയുന്ന ഗ്യാസാണ്, വാതകമാണ് ഈ സൈക്ലിക് പ്രോസസ്സിന് വിധേയമാകുന്നത്. നൈട്രജൻ കണ്ടെയ്ൻ ചെയ്യുന്ന ധാരാളം കോമ്പൗണ്ടുകളുണ്ട് അന്തരീക്ഷത്തിൽ. ഈ അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലുള്ള അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകമാണ് നൈട്രജൻ, അല്ലേ? 78% നൈട്രജനാണ്. അപ്പോൾ ഈ അന്തരീക്ഷം തന്നെയാണ് നൈട്രജൻ്റെ ഏറ്റവും വലിയ സോഴ്സും. പക്ഷേ സസ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ നൈട്രജനെ അതേപോലെ അബ്സോർബ് ചെയ്യാൻ വേണ്ടി കഴിയില്ല. നമ്മൾ മുമ്പ് പഠിച്ചതാണ്, സസ്യങ്ങൾക്ക് ഇത് അതേപോലെ അബ്സോർബ് ചെയ്യാൻ കഴിയില്ല. അതിനെ നൈട്രജൻ സൈക്കിൾ നമ്മൾ പഠിച്ചത് അതിനെ നൈട്രജൻ കോമ്പൗണ്ടുകളാക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. ആ നൈട്രജൻ കോമ്പൗണ്ടുകളാണ് സസ്യങ്ങൾ അബ്സോർബ് ചെയ്യാൻ. അപ്പോൾ സസ്യങ്ങൾ അബ്സോർബ് ചെയ്യുന്നു. സസ്യങ്ങൾ അതിൻ്റെ സീഡിലോ അല്ലെങ്കിൽ സ്റ്റെമ്മിലോ ലീഫിലോ ഫ്രൂട്ടിലോ എവിടെയെങ്കിലും ഈ നൈട്രജൻ അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അത് തിന്നൽ വഴി ഇത് ജീവജാലങ്ങളിലേക്ക് എത്തുന്നു. നമ്മുടെ പ്രോട്ടീന് അതേപോലെ തന്നെ ന്യൂക്ലിയിക് ആസിഡൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ വളരെ അത്യാവശ്യമുള്ള സാധനമാണ് നൈട്രജൻ എന്ന് പറയുന്നത്. ഒരു നൈട്രജൻ സൈക്കിൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അറ്റ്മോസ്ഫിയറിക് നൈട്രജന് ലൈറ്റ്നിങ് വഴി അല്ലെങ്കിൽ മറ്റ് ബ്ലൂ ഗ്രീൻ ആൽഗ അതേപോലുള്ള സാധനങ്ങളൊക്കെ അന്തരീക്ഷത്തിൽ ഭൂമിയിൽ ഫിക്സ് ചെയ്യും. എന്നിട്ട് അത് ഓക്സിജനുമായി റിയാക്ട് ചെയ്തിട്ട് ഓക്സിജൻ നൈട്രജൻ്റെ ഓക്സൈഡുകളായി മാറും. ഈ ജീവജാലങ്ങൾ അല്ലെങ്കിൽ ഇടിമിന്നലൊക്കെ അത് ഓക്സിജനുമായിട്ട് കൂടിച്ചേർന്ന് കോമ്പൗണ്ടായി മാറി ഓക്സിജൻ നൈട്രജൻ ഓക്സൈഡ് അല്ലെങ്കിൽ നൈട്രജൻ ഡൈ ഓക്സൈഡൊക്കെ ആയിട്ട് മാറി അന്തരീക്ഷത്തിൽ നിൽക്കും. മഴവെള്ളത്തിലൂടെ അത് ഭൂമിയിലെത്തും. ഭൂമിയിൽ നിന്ന് നൈട്രജൻ ഫിക്സിങ് ബാക്ടീരിയയും മറ്റൊക്കെ സഹായത്തോടു കൂടെ സസ്യങ്ങൾ ഇതിനെ അബ്സോർബ് ചെയ്യും. സസ്യങ്ങളത് നേരെ അന്തരീക്ഷത്തിലേക്ക് വീണ്ടും എത്തും. ഓക്കെ, അല്ലെങ്കിൽ ഇത് മറ്റ് പല രീതിയിൽ ഇപ്പോൾ സസ്യങ്ങളിൽ നിന്ന് ജീവജാലങ്ങൾ അതിലെത്തുന്നു. ആ ജീവജാലങ്ങളുടെ എക്സ്ക്രീറ്റ അല്ലെങ്കിൽ ആ ജീവജാലങ്ങൾ നശിക്കുന്ന സമയത്ത് കാർബൺ വീണ്ടും തിരിച്ച് അന്തരീക്ഷത്തിലേക്ക് തന്നെ എത്തും. ഇതിങ്ങനെ ഈ സൈക്കിൾ അങ്ങനെ അന്തരീക്ഷത്തിൽ തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ മുമ്പ് പഠിച്ചുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് വിശദീകരിക്കാത്തത്. നൈട്രജൻ സൈക്കിളിന് കുറേ സ്റ്റെപ്പുകളുണ്ട്. കാർബൺ സൈക്കിളിനേക്കാൾ കുറച്ച് കൂടുതൽ വിശദമായിട്ട് നമ്മളിത് പഠിക്കുന്നുണ്ട്. പല സ്റ്റെപ്പുകളായിട്ടാണ് നൈട്രജൻ സൈക്കിൾ പ്രവർത്തിക്കുന്നത്. ഫസ്റ്റ് നൈട്രജൻ ഫിക്സേഷനാണ്. നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിലുള്ള നൈട്രജൻ, ഗ്യാസസ് ഫോമിലുള്ള നൈട്രജന് സസ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സൊല്യൂബിൾ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടണം. അതിനാണ് നമ്മൾ നൈട്രജൻ ഫിക്സേഷൻ എന്ന് വിളിക്കുന്നത്. അത് ലൈറ്റ്നിങ് കൊണ്ടാവാം, ഇടിമിന്നൽ കൊണ്ടാവാം. ഇടിമിന്നൽ ഉണ്ടാകുന്ന സമയത്ത് നൈട്രജൻ ഓക്സിജനും കൂടെ കമ്പൈൻ ചെയ്തിട്ട് നൈട്രജൻ ഓക്സൈഡ് ഉണ്ടാവും. ഈ നൈട്രജൻ ഓക്സൈഡ് മഴവെള്ളത്തിൽ കലർന്നിട്ട് ഭൂമിയിലെത്തും. അതുപോലെ മൈക്രോ ഓർഗാനിസംസ്, മണ്ണിലുള്ള മൈക്രോ ഓർഗാനിസംസ് സിംബയോട്ടിക് റിലേഷൻഷിപ്പ് വഴി ഈ നമ്മൾ പഠിച്ചതാണ് പയർ ചെടികളുടെയൊക്കെ റൂട്ട് നൊഡ്യൂൾസിൽ അതിൻ്റെ വേരിൽ താമസിക്കുന്ന ഒരു ബാക്ടീരിയയാണ് നൈട്രജൻ ഫിക്സേഷന് വേണ്ടി സഹായിക്കുന്നത്. ഈ ബാക്ടീരിയ പയർവർഗ്ഗത്തിലുള്ള ചെടികളുടെ വേരുകളിൽ താമസിക്കുകയും എന്നിട്ട് സിംബയോട്ടിക് റിലേഷൻഷിപ്പ് നമ്മൾ പഠിച്ച കാര്യമാണ്. സിംബയോട്ടിക് റിലേഷൻഷിപ്പ് വഴി ഈ പയറിന് ആവശ്യമായ നൈട്രജൻ ഭൂമിയിൽ ഫിക്സ് ചെയ്ത് കൊടുക്കും. പകരം ഇതിന് ഷെൽട്ടർ പയർ ചെടി കൊടുക്കണം. അപ്പോൾ ഈ രീതിയിലൊക്കെ മൈക്രോ ഓർഗാനിസങ്ങളുടെ പ്രവർത്തന ഫലമായിട്ട് ഇടിമിന്നലിൻ്റെ പ്രവർത്തന ഫലമായിട്ടൊക്കെ അന്തരീക്ഷത്തിലുള്ള നൈട്രജൻ ഭൂമിയിൽ എത്തും. ഇനി അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ അടുത്ത പ്രോസസ് നൈട്രജൻ അസിമിലേഷനാണ്. പ്ലാന്റ്സ് അബ്സോർപ്ഷൻ നൈട്രജൻ ഇൻ ദി ഫോം ഓഫ് നൈട്രേറ്റ്സ് ടു പ്രിപ്പയർ അമിനോ ആസിഡ്. അമിനോ ആസിഡ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി സസ്യങ്ങൾ ഇതിനെ അബ്സോർബ് ചെയ്യും. ഇതിനെന്ത് ചെയ്യും? ആനിമൽസ് പ്രോട്ടീൻ ഉണ്ടാക്കാൻ വേണ്ടി ആനിമൽസ്
അബ്സോർബ് ചെയ്യും. ഫുഡ് ചെയിനിലൂടെയാണ് ഈ പ്രോസസ്സ് നടക്കുക. ഇനി അടുത്ത മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അമോണിഫിക്കേഷനാണ്. നമ്മുടെ ശരീരത്തിൽ നൈട്രജൻ എത്തിക്കഴിഞ്ഞാൽ, നൈട്രജൻ കോമ്പൗണ്ടുകൾ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ യൂറിയ, അമോണിയ പോലുള്ള സാധനങ്ങളായിട്ട് സിംപിളർ സബ്സ്റ്റൻസുകളായിട്ട് മാറും. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ ഈ സാധനത്തിൻ്റെ ഉപയോഗം നമ്മുടെ ശരീരത്തിൽ കഴിഞ്ഞാൽ പിന്നെ ഇത് നമ്മൾ റിമൂവ് ചെയ്യണം. അതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ കിഡ്നിയാണ്. കിഡ്നി അതിനെ ഫിൽട്ടർ ചെയ്ത് റിമൂവ് ചെയ്ത് നമ്മൾ യൂറിൻ വഴി അതിനെ പുറത്ത് കളയും. അതുപോലെ തന്നെ ഏതെങ്കിലും ജീവജാലങ്ങൾ, സസ്യങ്ങളൊക്കെ നശിച്ചു കഴിഞ്ഞാൽ അതും അമോണിയ അന്തരീക്ഷത്തിലേക്ക് എമിറ്റ് ചെയ്യും. ഇനി അടുത്തത് നൈട്രിഫിക്കേഷനാണ്. കൺവേർഷൻ ഓഫ് അമോണിയ ഇൻ ടു നൈട്രേറ്റ്സ്. ഈ അമോണിയെ നൈട്രേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം, വീണ്ടും കൺവേർട്ട് ചെയ്യണം. അല്ലെങ്കിൽ നൈട്രിഫിക്കേഷൻ എന്ന് വിളിക്കും. ഡീനൈട്രിഫയിങ് ബാക്ടീരിയ ഒക്കെയാണ് ഇതിന് ആക്ട് ചെയ്യുക. നൈട്രോസോബാക്ടർ, അതായത് നൈട്രോസോമോണസ് പോലുള്ള ബാക്ടീരിയകൾ എന്ത് ചെയ്യും? ഈ അമോണിയെ വീണ്ടും തിരിച്ച് നൈട്രേറ്റ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. ഇങ്ങനെ നൈട്രേറ്റ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് പ്രോസസ്സുകളുണ്ടാവും. ഒന്ന്, ഈ നൈട്രേറ്റിനെ സസ്യങ്ങൾ അതേപോലെ അബ്സോർബ് ചെയ്യും. നമ്മളൊക്കെ പലപ്പോഴും നമ്മളുടെ ഒരു സസ്യത്തിന് ചുവട്ട് മറ്റു സസ്യങ്ങളുടെ ഇലയൊക്കെ വെട്ടിയിട്ട് കൊടുക്കാറുണ്ട്. അതിൻ്റെ കാരണം എന്താണ്? ആ ഇലയിൽ ധാരാളം നൈട്രേറ്റുകൾ ഉണ്ടാവും. ആ നൈട്രേറ്റ് ഈ സസ്യത്തിന് ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി കഴിയും. ഇനി അല്ലെങ്കിൽ ഇങ്ങനെ സസ്യങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞില്ലെങ്കിൽ ഡീനൈട്രിഫയിങ് ബാക്ടീരിയ എന്ന് പറയുന്ന ബാക്ടീരിയ ഉണ്ട്. സ്യൂഡോമോണാസ്, അതേപോലെ ക്ലോസ്ട്രിഡിയം പോലുള്ള ബാക്ടീരിയകൾ. ഇതെന്ത് ചെയ്യും? നൈട്രേറ്റിനെ നൈട്രജൻ കോമ്പൗണ്ടാക്കി മാറ്റി അന്തരീക്ഷത്തിലേക്ക് റിട്ടേൺ അയക്കും. അപ്പോൾ അന്തരീക്ഷത്തിൽ നിന്ന് തുടങ്ങിയ നൈട്രജൻ്റെ പ്രയാണം തിരിച്ച് അന്തരീക്ഷത്തിന് അവസാനിക്കുന്ന അർത്ഥം. മനസ്സിലായല്ലോ? സ്യൂഡോമോണസ്, അതേപോലെ ക്ലോസ്ട്രിഡിയം പോലുള്ള ബാക്ടീരിയകളൊക്കെ ഡീനൈട്രിഫയിങ് ബാക്ടീരിയകളാണ്. ഡെഡ് റിമൈൻസ് ആവാം, അല്ലെങ്കിൽ ഫീസസ് ആവാം, അതേപോലുള്ള സാധനങ്ങളിൽ നിന്നൊക്കെ നൈട്രജൻ സെപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഫങ്ഷൻ. അങ്ങനെ ഡീനൈട്രിഫിക്കേഷനാണ്. ഡീനൈട്രിഫയിങ് ബാക്ടീരിയ നമ്മൾ പറഞ്ഞു അതെന്ത് ചെയ്യും? നൈട്രേറ്റിനെ ഈ നൈട്രജൻ കോമ്പൗണ്ടിന് നൈട്രേറ്റ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്ത് തരും. ക്ലിയർ ആണല്ലോ? ഇത്രയാണ് നൈട്രജൻ സൈക്കിൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത് വാട്ടർ സൈക്കിളാണ്. കൂടുതൽ വിശദീകരിക്കുന്നതിന് നമുക്കറിയുന്നതാണ്. മഴ പെയ്ത് വെള്ളം ഭൂമിയിലെത്തും, ഭൂമിയിൽ നിന്ന് നീരാവിയായിട്ട് വീണ്ടും അന്തരീക്ഷത്തിലെത്തും, വീണ്ടും മഴയായിട്ട് ഇങ്ങനെ പെയ്യും. ഈ പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം കിട്ടും. നമുക്കിപ്പോൾ എത്ര വെള്ളം ഉണ്ടെങ്കിലും നമുക്ക് എത്ര വേണമെങ്കിലും ഉപയോഗിക്കാം. കാരണം അത് വീണ്ടും റീസൈക്കിളായി വരും, അത് നശിച്ചു പോകുന്നില്ല ഒരിക്കലും. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ശുദ്ധജലമൊക്കെ നമ്മളിങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കതൊരിക്കലും തിരിച്ച് കിട്ടില്ല. കാരണം തിരിച്ച് കിട്ടണ വളരെ വലിയൊരു ഡ്യൂറേഷൻ ഉണ്ടാവും. ആ ഡ്യൂറേഷൻ മാത്രമല്ല, അത് ഭൂമിയിൽ മറ്റെവിടെയെങ്കിലും ആയിരിക്കാം. നമ്മൾ കേരളത്തിലെ അല്ലെങ്കിൽ മലപ്പുറം ജില്ലയുടെ ഒരു മൂലക്ക് നിന്ന് നമ്മളൊരു ഗ്ലാസ് വെള്ളം മുറ്റത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ ആ വെള്ളം നീരാവിയായി പോയിട്ട് വേറെ എവിടെയെങ്കിലും ആയിരിക്കും മഴയായിട്ട് പെയ്യാം. മനസ്സിലായല്ലോ? അപ്പോൾ ഈ രീതിയിൽ വാട്ടർ സൈക്കിള് അന്തരീക്ഷത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? വെള്ളം സൂക്ഷിച്ച് ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ നമുക്ക് ശുദ്ധജലത്തിൻ്റെ ലഭ്യതയിൽ കുറവ് വരും. ഭൂമിയിൽ 70% വെള്ളമാണ്. പക്ഷേ ഈ വെള്ളം എന്ന് പറയുന്നത് ഒന്നുകിൽ ഉപ്പുവെള്ളമായിരിക്കും, അല്ലെങ്കിൽ മഞ്ഞ് മലകളായിരിക്കും. അപ്പോൾ ഇതൊന്നും നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പോൾ പ്യുവർ വാട്ടർ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഇതാണ് പ്രധാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന 3 സൈക്കിളുകൾ. വാട്ടർ സൈക്കിള്, കാർബൺ സൈക്കിള്, അതേപോലെ തന്നെ നൈട്രജൻ സൈക്കിള്. 3ഉം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 സൈക്കിളുകളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. ഭൂമിയിലെ ജീവൻ്റെ നിലനിൽപ്പ് തന്നെ വെള്ളത്തെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. ഇപ്പോൾ നമുക്ക് നാട്ടിലൊക്കെ കുറച്ച് നേരം വെള്ളമില്ലാതെ ബുദ്ധിമുട്ട് നമുക്കറിയാം. അപ്പോൾ വാട്ടർ സൈക്കിൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഓവറായിട്ട് യൂസ് ചെയ്യരുത്. എല്ലാം നമ്മുടെ ആവശ്യത്തിന് മാത്രം കൃത്യമായിട്ട് യൂസ് ചെയ്യാം. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എക്കോസിസ്റ്റം സർവീസസ് ആണ്. എക്കോസിസ്റ്റം എന്തെല്ലാം സർവീസുകളാണ് നമുക്ക് നൽകുന്നതിനെ കുറിച്ചാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.